കമലേഷ്, ആ ദൃശ്യങ്ങളിൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നു പോലീസുകാരുടെ ഭാഗത്തു നിന്ന് യാതൊരു തരത്തിലുള്ള പ്രകോപനപരമായ നടപടിയും ഉണ്ടാകുന്നില്ല. എന്നാൽ UDF പ്രവർത്തകർ തികച്ചും ആസൂത്രിതമായ ഒരു സംഘർഷത്തിന് മുതിരുന്നു. ആ ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ്. എങ്ങനെയാണ് വിവരങ്ങൾ, കമലേഷ്? ശ്രീനിധി, തീർച്ചയായും വലിയ അതിക്രമത്തിലേക്ക് തന്നെയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പോകുന്നത്. മാർച്ച് എത്തിയ ഉടൻ നേരത്തെ വലിയ ആക്രമണം അഴിച്ചുവിടുന്ന ഒരു സാഹചര്യമാണുള്ളത്. പ്രവർത്തകർ കൂട്ടം ചേർന്ന് പോലീസ് ഉദ്യോഗസ്ഥരെ ചവിട്ടുകയൊക്കെ ചെയ്യുന്ന കാര്യമാണ്. ഇപ്പോൾ പോലീസ് ലാത്തി വീശുകയാണ്. വലിയ നിലയിലേക്കുള്ള ഒരു അക്രമം പോലീസിന്റെ ഭാഗത്ത് ശ്രമിക്കണം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്ത് നിന്നും വന്നു. പോലീസുകാരെ ക്രൂരമായി ചവിട്ടുകയും അതുപോലെ തന്നെ വടികൊണ്ട് ഉൾപ്പെടെ അടിച്ച് പരിക്കേൽപ്പിക്കുകയും ചെയ്യുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതേ തുടർന്നാണ് ഇപ്പോൾ പോലീസ് ലാത്തി വീശിയിരിക്കുന്നത്. ഏതായാലും വലിയ നിലയിൽ സംസ്ഥാനത്താകെ വിവിധയിടങ്ങളിലായി ഈ തരത്തിൽ ഒരു പ്രതിഷേധ മാർച്ചുകൾ യൂത്ത് കോൺഗ്രസ് സംഘടിപ്പിക്കുന്നുണ്ട്. വിവിധ ജില്ലകളിൽ മാർച്ച് സംഘടിപ്പിക്കുന്നുണ്ട്. ഈ ഷാഫി പറമ്പിൽ നിന്ന് മർദ്ദനമേറ്റു എന്ന കാര്യം പറഞ്ഞു വളരെ വലിയ സംസ്ഥാനത്താകെ വളരെ വലിയ തരത്തിലുള്ള ആക്രമണങ്ങൾ അഴിച്ചുവിടുന്ന തരത്തിലേക്ക് തന്നെയാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങൾ പോകുന്നത്, മാർച്ച് പോകുന്നത്, പ്രതിഷേധം പോകുന്നത്. അതിന്റെ ഭാഗമായി തന്നെയാണ് സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധ മാർച്ച് നടത്തിയിട്ടുള്ളത്. ഈ മാർച്ചിനകത്തും വലിയ തരത്തിലുള്ള അക്രമം അഴിച്ചുവിടുകയാണ് പ്രവർത്തകർ. പോലീസിന് നേർക്ക് വലിയ നിലയിലുള്ള അക്രമം വരുന്നു. വടി കൊണ്ടുൾപ്പെടെ നേരെ, അതായത് ഈ പോലീസുകാരുടെ നേർക്ക് പാഞ്ഞെടുത്തുകൊണ്ടുള്ള വലിയ നിലയിലുള്ള ഒരു ആക്രമണം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. വന്ന ഉടൻ തന്നെ വലിയ ആക്രമണം നടത്തുന്ന പോലീസിനെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങളാണ് കാണാൻ സാധിച്ചിട്ടുള്ളത്. ഏതായാലും ആ നിലയിലുള്ള ഒരു അക്രമ സമരത്തിന് തന്നെയാണ് യൂത്ത് കോൺഗ്രസ് നേതൃത്വം നൽകുന്നത്. തിരുവനന്തപുരത്ത് മാത്രം കാര്യമല്ല, പോലീസിന് നേർക്ക് വടി ഉൾപ്പെടെ വലിച്ചെറിയുന്ന കാഴ്ചയുണ്ട്. ഏതായാലും വലിയ നിലയിൽ ഒരു ഈ പ്രതിഷേധം എന്ന് പറയുന്നത് ജനാധിപത്യപരമായ പ്രതിഷേധം എന്നതിന് അപ്പുറത്തേക്ക് ഒരു അക്രമ സമരത്തിലേക്ക്, അതായത് ഈ തെരുവുകളെ ആകെ സംഘർഷ ഭൂമിയാക്കുന്ന നിലയിലേക്കുള്ള ഇടപെടൽ തന്നെയാണ്, അല്ലെങ്കിൽ പ്രവർത്തനങ്ങൾ തന്നെയാണ് യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ മറ്റിടങ്ങളിലെല്ലാം തന്നെ വിവിധ ഇടങ്ങളിലായി ഇത്തരത്തിൽ പ്രതിഷേധ പ്രകടനങ്ങളുണ്ട്. അതെല്ലാം അക്രമത്തിലേക്ക് പോകുന്ന കാഴ്ചയാണ്. തിരുവനന്തപുരത്തും സമാനമായ നിലയിൽ തന്നെയാണ് ഈ മാർച്ച് പോയിട്ടുള്ളത്. വലിയ അക്രമത്തിലേക്ക് പോകുന്നു. ഇപ്പോൾ നിലവിൽ ഈ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്ന കാഴ്ചയാണ്. റോഡ് തടസ്സപ്പെടുത്തിക്കൊണ്ട്, വാഹനങ്ങളെ ഗതാഗതം തടസ്സപ്പെടുത്തിക്കൊണ്ട് ഈ റോഡിന്റെ നടുക്ക് കുത്തിയിരുന്നു കൊണ്ടുള്ള ഒരു പ്രതിഷേധത്തിനാണ് നിലവിൽ യൂത്ത് കോൺഗ്രസ് നേതൃത്വം നൽകുന്നത്. ശ്രീനിധി, കമലേഷ് പറഞ്ഞതുപോലെ തന്നെ കോഴിക്കോടുമുള്ള സമാന സാഹചര്യമാണ് അവർ തിരുവനന്തപുരത്തും നടത്തുന്നത്. കാരണം തികച്ചും അക്രമാസക്തമായ രീതിയിലാണ് അവർ ഇത്തരത്തിലൊരു പ്രതിഷേധ മാർച്ച് നടത്തുന്നത്. എന്തിനാണ് മാർച്ചിൽ ഇത്തരത്തിലൊരു സംഘർഷം സൃഷ്ടിക്കുന്നത്? കോഴിക്കോട് നിന്ന് പോലീസിന്റെ ഭാഗത്തു നിന്ന് വരുന്ന പ്രതികരണം, പോലീസിന്റെ ഭാഗത്തു നിന്ന് യാതൊരു തരത്തിലുള്ള പ്രകോപനപരമായ നടപടിയും ഉണ്ടായിട്ടില്ല. എന്നാൽ പോലീസിനെ ഇങ്ങോട്ടേക്ക് കയ്യേറ്റം ചെയ്യുന്ന ഒരു രീതിയാണ് UDF പ്രവർത്തകർ കാണിച്ചത്. അതേ സാഹചര്യം തന്നെയാണ് തിരുവനന്തപുരത്തും ഉണ്ടാകുന്നത്. വനിതാ പോലീസുകാർ ഉൾപ്പെടെയാണ് അവർ ഇത്തരത്തിൽ ആക്രമിക്കുന്നത്, കയ്യേറ്റം ചെയ്യുന്നത്. നമ്മൾ നേരത്തെ ആ ദൃശ്യങ്ങളിൽ കണ്ടതാണ്. പോലീസിന്റെ ഭാഗത്തു നിന്ന് യാതൊരു പ്രകോപനവും ഇല്ലാതിരുന്നിട്ട് പോലും വനിതാ പോലീസുകാരെ പോലും ആക്രമിക്കുന്ന ഒരു സാഹചര്യം. ഇപ്പോൾ അവർ റോഡിലിരുന്ന് പ്രതിഷേധിക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നു. തികച്ചും അക്രമാസക്തമായ രീതിയിൽ, തികച്ചും ആസൂത്രിതമായ ഒരു സംഘർഷം, അങ്ങനെ തന്നെ വേണം ഇതിനെ പറയാൻ. കമലേഷ്, തീർച്ചയായും ആ നിലയിൽ തന്നെയാണ് ഈ സമരങ്ങളെല്ലാം മുന്നോട്ട് പോകുന്നത്. ഈ ഒരു വിഷയം ചൂണ്ടിക്കാട്ടി വലിയ നിലയിൽ പോലീസിനെതിരെ ഒരു അതിക്രമം നടത്തുന്ന നിലയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. ഈ വിഷയം വലിയ നിലയിൽ കത്തിക്കുന്നതിന് വേണ്ടി വിവിധയിടങ്ങളിൽ, അതായത് മറ്റ് ജില്ലകളിൽ ഉൾപ്പെടെ, തിരുവനന്തപുരത്ത് ഉൾപ്പെടെ വലിയ നിലയിൽ ഒരു അക്രമം ഉണ്ടാക്കുന്നതിന് വേണ്ടി തന്നെയാണ് ഈ വിഷയത്തിൽ പരമാവധി, അതായത് പോലീസിനെ പ്രകോപിപ്പിച്ച് അടി വാങ്ങുക എന്ന നിലയിലേക്ക് കൂടിയാണ് കാര്യങ്ങൾ പോകുന്നത്. ഈ സമരത്തിൽ ആദ്യഘട്ടത്തിൽ പ്രവർത്തകർ നേരെ ഇരച്ചു കയറി വന്ന് പോലീസിനെ അതിക്രമം നടത്തിയപ്പോൾ പോലും പോലീസ് വളരെ ശാന്തരായി തന്നെ ഇതിനെ നേരിടുകയായിരുന്നു. ഒരു തരത്തിലുള്ള പ്രകോപനവും പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നില്ല ആ ആദ്യഘട്ടത്തിൽ. പിന്നീട് വലിയ നിലയിൽ ഈ വനിതാ പോലീസുകാരെ ഉൾപ്പെടെ ഈ അക്രമത്തിലേക്ക്, അല്ലെങ്കിൽ അവർക്ക് നേരെ ഉൾപ്പെടെ അക്രമം വഹിച്ചുവിട്ട ഘട്ടത്തിലാണ് പോലീസിന്റെ ലാത്തി വീശേണ്ട ഒരു സാഹചര്യം ഉണ്ടായത്. അതോടുകൂടി പ്രവർത്തകർ അല്പം ഒരു ഭാഗത്തേക്ക് മാറുകയും ഇപ്പോൾ റോഡ് തടസ്സപ്പെടുത്തിയിട്ട് കുത്തിയിരുന്ന് മുദ്രാവാക്യം വിളിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതായത് വലിയ നിലയിൽ കേരളത്തിന്റെ, സംസ്ഥാനത്തിന്റെ തെരുവുകളെ ആകെ സംഘർഷ ഭൂമിയാക്കുക എന്നത് തന്നെയാണ് ഉദ്ദേശം. അതിന്റെ ഭാഗമായി തന്നെയാണ് എല്ലായിടത്തും ഈ നിലയിലുള്ള അക്രമ സമരങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. തിരുവനന്തപുരത്തിന് സമാനമായ നിലയിൽ തന്നെയാണ് കാര്യങ്ങൾ പോയിട്ടുള്ളത്. ആ ദൃശ്യങ്ങൾ, ഇതിന്റെ ആദ്യത്തെ ദൃശ്യങ്ങൾ കണ്ടാൽ നമുക്ക് വളരെ കൃത്യമായി മനസ്സിലാകും. നേരെ വന്ന്
വടി കൊണ്ടും അതുപോലെ തന്നെ മറ്റ് ഇതൊക്കെ കൊണ്ട് പോലീസിനെ അടിക്കുന്ന സാഹചര്യമായിരുന്നു. പോലീസിനെ നേരത്തെ ചവിട്ടുന്ന സാഹചര്യമായിരുന്നു. വലിയ നിലയിൽ പോലീസിനെ വലിച്ചു മാറ്റുന്ന അല്ലെങ്കിൽ തള്ളി മാറ്റുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതും വനിതാ പോലീസുകാർ ഉൾപ്പെടെ. കമലേഷ് പറഞ്ഞതുപോലെ തന്നെ ആ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കും തികച്ചും പ്രകോപനപരമായ രീതിയിൽ തന്നെയാണ് ഇത്തരത്തിൽ UDF പ്രവർത്തകർ അക്രമം അഴിച്ചുവിടുന്നത്, പ്രതിഷേധ മാർച്ച് നടത്തുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളൊന്ന് കാണാം.